ഗൈസ്, വെൽക്കം ബാക്ക് ടു മലക്രാഫ്റ്റ് മീഡിയ. നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂൺ 3 നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം തന്നെ സ്കൂള് തുറക്കുകയാണ്. റീ ഓപ്പണിംഗ് ഡേ ആണ്. നമ്മുടെ ഈച്ചക്കുട്ടന് ഇന്ന് ഫസ്റ്റ് സ്കൂളിൽ പോവുകയാണ്. അംഗനവാടിയിലൊന്നും തന്നെ ആശാൻ പോയി ഇരുന്നിട്ടില്ല. അപ്പം കൂടെ പോയിരിക്കണമല്ലോ, അപ്പോൾ അറിയത്തില്ല. അവൻ ഇന്ന് സ്കൂളിൽ കൊണ്ടുവിടുകയും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് വഴിയേ കാണാം. അപ്പോൾ ഓക്കെ. റെഡിയാവണം, സമയമില്ല. വാ 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 ഇവിടെ പറഞ്ഞേ. ബൈ. ഞാൻ പോയി വീണ്ടും. നമുക്കേ റെഡി ആയിട്ട് പാറക്കുട്ടിയെ വിളിക്കാം. ഓക്കെ. അതുപോലെ അപ്പോൾ എല്ലാ ദിവസവും കൊടുത്തുവിടാറുണ്ട്. ഡെയിലി ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്തുവിടാൻ ശ്രദ്ധിക്കുക. നല്ലൊരു ഭാവി തലമുറയ്ക്ക് രൂപപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. പഠിച്ച് ജോലി വാങ്ങിച്ച് കുടുംബം പോറ്റുക എന്ന ലക്ഷ്യത്തെക്കാൾ ഉപരി നമ്മൾ നല്ല മനുഷ്യരായി ജീവിക്കുക, നല്ല വ്യക്തികളായി രൂപാന്തരിക്കുക. കാരുണ്യവും സഹാനുഭൂതിയുമില്ല, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിവുള്ള നല്ല വ്യക്തിത്വങ്ങൾ രൂപപ്പെടുത്തുക. മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. എങ്ങനെയും ധനം ഉണ്ടാക്കണം, ജോലി സമ്പാദിക്കണം, കുടുംബം പോറ്റണം, അത് നമ്മുടെ ആവശ്യമാണ് എന്നുള്ളതിനേക്കാൾ ഉപരി അക്രമവും കൊള്ളയും കൊലയും ഉപ്പും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഈ യുഗത്തിന് നല്ല സത്യസന്ധരായി, നല്ല മൂല്യബോധമുള്ളവരായി, സേവന സന്നദ്ധരായി നല്ലൊരു തലമുറയ്ക്ക് രൂപം കൊടുക്കാനുള്ള നമ്മുടെ യത്നങ്ങള് ഫലമണിയുവാനായിട്ട് പേരൻസിന്റെയും അധ്യാപകരുടെയും എല്ലാവരുടെയും സഹകരണം നമുക്ക് അത്യാവശ്യമാണ്. The first and foremost aim of education is to draw out what is best in an individual. ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തി വികസിപ്പിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഗാന്ധിജി പറയുന്നുണ്ട്, കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, കുട്ടികളുടെ സമഗ്രമായ വികാസം, അതായത് ആത്മാവിന്റെയും ബുദ്ധിയുടെയും കഴിവിന്റെയും ഒക്കെയുള്ള ഒരു വികാസം, എല്ലാ തരത്തിലുമുള്ള ഒരു വളർച്ചയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്.
അങ്ങനെ വളർന്നു വന്നാൽ മാത്രമേ അല്ലെങ്കിൽ പഠിപ്പിസ്റ്റായിട്ട് ചില കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിൽ എപ്പോഴും പഠിപ്പിസ്റ്റായിട്ട് ചില കുട്ടികൾക്ക് എപ്പോഴും കളിയിലാണ് താല്പര്യം. അങ്ങനെ പല ചിലർക്ക് എപ്പോഴും TV, സിനിമ, മൊബൈൽ ഫോണ് ഇങ്ങനെ ഉള്ള കാര്യത്തിലായിരിക്കും കൂടുതൽ താല്പര്യം. ചിലർക്ക് ഭക്ഷണം കഴിക്കുന്നതിലായിരിക്കും താല്പര്യം. ഇങ്ങനെയുള്ള താല്പര്യങ്ങളെ മറികടന്ന് എല്ലാറ്റിനും നിയതമായ ഒരു കാഴ്ചപ്പാടോടുകൂടി എല്ലാത്തിനും നിയതമായ സമയം കണ്ടെത്തി കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ട് അധ്യാപകര് അതുപോലെ മാതാപിതാക്കളും എത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല തലമുറയ്ക്ക് രൂപം കൊടുക്കാനാവൂ. കുട്ടികളുള്ള ആസക്തികളെ കണ്ടെത്തി, അതായത് അവരിലുള്ള കഴിവുകളെ കണ്ടെത്തി വളർത്തുന്നതോടൊപ്പം അവരിലുള്ള ചില ആസക്തികള് അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് നിർവീര്യമാക്കി നല്ല രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ എല്ലാ തരത്തിലുള്ള സമഗ്രമായ വികസനമാണ് നമ്മളെ ലക്ഷ്യം വയ്ക്കേണ്ടത്. ഇത് നമുക്കറിയാം, ഇതൊരു സെക്കൻഡ് ഹോമാണ്. വിദ്യാർത്ഥികളുടെ മറ്റൊരു ഭവനമായി ഇതിനെ കാണാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും സാധിക്കണമെങ്കിൽ മാത്രമേ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സംശയങ്ങളെ ദൂരീകരിക്കാനും അവരുടെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുടെ കുടുംബത്തിൽ അതിജീവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. കാരണം കുട്ടികൾ ഇന്നെല്ലാം ഒരു ഹായ് പറഞ്ഞേ. അമ്മ അമ്മയുടെ പത്താ